ഷിക്കാഗോ പെൻഡക്കോസ്റ്റൽ കമ്മ്യൂണിറ്റി മീഡിയ ഗ്രൂപ്പ് അവതരിപ്പിക്കുന്ന ഈ ആഴ്ചത്തെ വീക്കിലി റൗണ്ടപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് മാർച്ച് മാസം 6-ാം തീയതി വെള്ളിയാഴ്ച വീക്കിലി റൗണ്ടപ്പ് അവതരിപ്പിക്കുന്നത് കുര്യൻ ഫിലിപ്പ്. ഞങ്ങളുടെ 75-ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വൈകിട്ട് ഷിക്കാഗോ ലാൻഡ് ഗോസ്പൽ ചാപ്പലിന്റെ ആഭിമുഖ്യത്തിൽ റോളിംഗ് മെഡോയിൽ വെച്ച് ഒരു പ്രത്യേക സമ്മേളനം നടക്കുന്നുണ്ടെന്ന് സഭയുടെ ഭാരവാഹികൾ അറിയിക്കുന്നു. ഈ സമ്മേളനത്തിൽ ഡോക്ടർ ബാബു കെ വർഗീസ് മുഖ്യ സന്ദേശം നൽകും. നാളെ ശനിയാഴ്ച രാവിലെ 10:30 മണിക്ക് ഷിക്കാഗോ ഗോസ്പൽ മീഡിയ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ കേരള എക്സ്പ്രസിന്റെയും ഗ്രേസ് പ്രിന്റിങ്ങിന്റെയും ഓഡിറ്റോറിയത്തിൽ വെച്ച് ന്യൂസ് റൂമിൽ വെച്ച് ഒരു പ്രത്യേക മീറ്റിംഗ് ഉണ്ടായിരിക്കും. ഈ സമ്മേളനത്തിലും ഡോക്ടർ ബാബു കെ വർഗീസ് ദൈവവചനം സംസാരിക്കുന്നതാണ്. പ്രത്യേകിച്ച് മിഷൻ ഇന്ത്യ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ചലഞ്ചസ് എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയായിരിക്കും അദ്ദേഹത്തിന്റെ പ്രഭാഷണം. ഈ സമ്മേളനത്തിലേക്ക് എല്ലാ സുശേഷ പ്രവർത്തകരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. നാളെ രാവിലെ 10:30 മണിക്ക് സ്കോക്കിലുള്ള കേരള എക്സ്പ്രസ് ലോബിയിൽ വെച്ചാണ് ഈ സമ്മേളനം ക്രമീകരിച്ചിരിക്കുന്നത്. എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ആ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നാളെ രാവിലെ 10 മണിക്ക് ഷിക്കാഗോ സിസ്റ്റേഴ്സ് ഫെലോഷിപ്പിന്റെ ആഭിമുഖ്യത്തിലുള്ള സൂം മീറ്റിംഗ് ഉണ്ടായിരിക്കുമെന്ന് ഭാരവാഹികളായ സിസ്റ്റർ മോളി എബ്രഹാം, ഗ്രേസി തോമസ് എന്നിവർ അറിയിക്കുന്നു. ഈ സമ്മേളനത്തിൽ സിസ്റ്റർ സൂസൻ മാത്യു, സിസ്റ്റർ സിയ ലിബിൻ എന്നിവർ ദൈവജനം സംസാരിക്കുന്നതാണ്. CSCFന്റെ ആഭിമുഖ്യത്തിലുള്ള ആനുവൽ കൺവെൻഷനും സംയുക്ത ആരാധനയും അടുത്ത വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ നടത്തപ്പെടുന്നതാണ്. വെള്ളി, ശനി ദിവസങ്ങളിൽ മാർച്ച് മാസം 14, 15 വെള്ളി, ശനി ദിവസങ്ങളിൽ വൈകിട്ട് ഡിവോണിലുള്ള ഷിക്കാഗോയിലുള്ള IPC ഷിക്കാഗോ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് സമ്മേളനങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. വൈകിട്ട് 6:30 മണിക്ക് ആരംഭിക്കുന്ന സമ്മേളനം 9 മണിയോടെ സമാപിക്കുന്നതാണ്. ഞായറാഴ്ച നടക്കുന്ന സംയുക്ത ആരാധന ട്രിനിറ്റി ബൈബിൾ സെമിനാറിൽ വെച്ചാണ് നടക്കുന്നതെന്ന് CCFന്റെ പ്രസിഡന്റ് ബ്രദർ ബിനോയ് ചാക്കോ അറിയിക്കുന്നു. ഈ സമ്മേളനത്തിൽ എല്ലാ സഭകളിലെ ദേവദാസന്മാരും സഹോദരി സഹോദരന്മാരും പങ്കെടുക്കണമെന്ന് CCFന് വേണ്ടി അതിൻ്റെ ഭാരവാഹികൾ അറിയിക്കുന്നു. 40ാമത് PC നാക്കിന്റെ പ്രയർ ലൈൻ അടുത്ത ചൊവ്വാഴ്ച മാർച്ച് മാസം 11-ാം തീയതി ചൊവ്വാഴ്ച വൈകിട്ട് ഷിക്കാഗോ സമയം 7 മണിക്ക് നടക്കുന്നതാണെന്ന് പ്രയർ നാഷണൽ കൺവീനർ പാസ്റ്റർ PV മാമൻ അറിയിക്കുന്നു. അടുത്ത ചൊവ്വാഴ്ച നടക്കുന്ന ഈ സമ്മേളനത്തിൽ പാസ്റ്റർ ജെയിംസ് മുള്ളബെന്ന ദൈവവചനം സംസാരിക്കുന്നതാണ്. സമ്മേളനത്തിന് ലോക്കൽ കൺവീനർ പാസ്റ്റർ ആൻഡ്രൂസ് കെ ജോർജ് നേതൃത്വം നൽകും. റവറൻ തോമസ് ചാക്കോ ആനിക്കാട് കഴിഞ്ഞ ദിവസം ഊസ്റ്റണിൽ വെച്ച് നിത്യത്തിലേക്ക് പ്രവേശിച്ചു. ഗ്ലെൻവ്യൂവിൽ താമസിക്കുന്ന നമ്മുടെ ഗ്രൂപ്പ് അംഗമായിരിക്കുന്ന ബ്രദർ ചാക്കോ തോമസിന്റെ ഗ്ലെൻവ്യൂവിൽ താമസിക്കുന്ന തമ്പിച്ചായന്റെ മാതൃ സഹോദരനാണ് നിത്യത്തിലേക്ക് പ്രവേശിച്ച പാസ്റ്റർ തോമസ് ചാക്കോ. ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ദുഃഖവും പ്രത്യാശയും ഈ സമയം ഞങ്ങൾ അറിയിക്കുന്നു. സെലിബ്രേഷൻ ചർച്ച് സഭാംഗമായ മാത്യൂസ് എബ്രഹാമിന് കഴിഞ്ഞ ശനിയാഴ്ച ഓർഡിനേഷൻ നൽകി. റിമിയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെട്ട ഈ ഓർഡിനേഷൻ ശുശ്രൂഷയ്ക്ക് ഡോക്ടർ സജി ലൂക്കോസ് നേതൃത്വം നൽകി. പാസ്റ്റർ ജോർജ് കെ സ്റ്റീഫൻസൺ ദൈവവചനം സംസാരിച്ചു. പാസ്റ്റർ ചെറിയാൻ തോമസ് അധ്യക്ഷനായിരുന്നു. സിസ്റ്റർ റോസമ്മ ചെറിയാൻ കൃതജ്ഞത രേഖപ്പെടുത്തി. ഡോക്ടർ ടൈറ്റസ് ഈപ്പൻ സങ്കീർത്തനം വായിച്ചു. കൂടാതെ ബ്രദർ ഏലിയാസ് തോമസ്, ശോശാമ കുര്യൻ, സിസ്റ്റർ ജോയിസ് സ്റ്റീഫൻസൺ, സജി ഫിലിപ്പ്, കുര്യൻ ഫിലിപ്പ് എന്നിവർ ആശംസകൾ അറിയിച്ചു. ദൈവിക ശുശ്രൂഷയിലേക്ക് പുതിയ ചുവടുകൾ എടുത്തു വെക്കുന്ന മാത്യൂസ് എബ്രഹാമിന് ഞങ്ങളുടെ എല്ലാവിധമായിരിക്കുന്ന ആശംസകളും അറിയിക്കുന്നതിനോടൊപ്പം കർത്താവിൻ്റെ ശുശ്രൂഷയിൽ വർദ്ധിച്ചു വരുവാൻ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. മറന്നുപോകരുത്, നാളെയാണ് നമ്മുടെ സമയം മാറ്റുന്ന ദിവസം, ഡേ ലൈറ്റ് സേവിങ്. നാളെ ശനിയാഴ്ച വൈകിട്ട് സ്പ്രിംഗ് എഹെഡ് 1 മണിക്കൂർ മുമ്പോട്ട് മാറ്റിവെക്കണമെന്നുള്ള കാര്യം ഞങ്ങളുടെ അംഗങ്ങളെ ഓർപ്പിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പ്രസ്താവിച്ചതുപോലെ ലഹരി വിമുക്ത കേരളത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുവാനുള്ള ഒരു ആഹ്വാനം കൂടെ ഞങ്ങൾ തുടർന്നുള്ള എല്ലാ ആഴ്ചകളും കുറേ ആഴ്ചകൾ നടത്തുവാൻ തക്കവണ്ണം ഞങ്ങളും ആഗ്രഹിക്കുന്നു. വിവിധ മാധ്യമങ്ങൾ, സെക്കുലർ മാധ്യമങ്ങൾ, ഏഷ്യാനെറ്റ്, അതുപോലെ തന്നെ റിപ്പോർട്ടർ ചാനൽ, 24 ചാനൽ എന്നിവയെല്ലാം ഉൾപ്പെടെ വിവിധ ചാനലുകൾ ഒരു ചലഞ്ചായി ഏറ്റെടുത്തുകൊണ്ട് ബോധവൽക്കരണത്തിന് വേണ്ടി ശ്രമിക്കുന്ന സമയങ്ങളാണ്. അതുപോലെ തന്നെ നമ്മുടെ മാധ്യമങ്ങളായിരിക്കുന്ന ഗുഡ് ന്യൂസ് ഉൾപ്പെടെയുള്ള വിവിധ മാധ്യമങ്ങളും വിവിധ POP ഉൾപ്പെടെയുള്ള വിവിധ യുവജനങ്ങളുടെ പ്രവർത്തനങ്ങളും എല്ലാം ഈ സമയങ്ങളിൽ ഇതിനുവേണ്ടി സമയങ്ങൾ വേർതിരിച്ച് പ്രബുദ്ധരാക്കുവാൻ, ജനങ്ങളെ പ്രബുദ്ധരാക്കുവാൻ, പ്രത്യേകിച്ച് കേരളത്തിലെ യുവജനങ്ങളെ പ്രബുദ്ധരാക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് കേരളത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ
നമ്മുടെ ഈ ഗ്രൂപ്പുള്ള എല്ലാ അംഗങ്ങളെയും ഞങ്ങൾ ഒരു പ്രാവശ്യം കൂടെ ആഹ്വാനം ചെയ്യുകയാണ്. കേരളത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും നമുക്ക് മനസ്സിലാകാത്ത രീതിയിൽ അപ്പനെയും അമ്മയും എല്ലാം വെട്ടിക്കൊല്ലുന്ന ഒരു യുവത്വം അടിമകളായി, അതുപോലെ കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ സ്കൂളിൽ പഠിക്കുന്നവരും ഹൈസ്കൂളിൽ പഠിക്കുന്നവരും അതുപോലെ കോളേജിൽ പഠിക്കുന്നവരും എല്ലാം ലഹരികൾക്ക് അടിമയായി ബന്ധങ്ങളുടെ മൂല്യങ്ങൾ നഷ്ടപ്പെടുത്തി അല്ലെങ്കിൽ അതറിയാതെ അവരെ കൊല്ലുന്ന ദാരുണമായിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ഇന്ന് കേരളം കടന്നുപോയിരിക്കുകയാണ്. ലഹരി മരുന്നിന് അടിമകളായിരിക്കുന്ന നൂറുകണക്കിന് ചെറുപ്പക്കാരുടെ വാർത്തകളാണ് നമ്മൾ ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ജനിച്ചു വളർന്ന നമ്മുടെ നാടിനു വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ഉത്തരവാദിത്വം ഞാൻ ഈ സമയം ഓർപ്പിക്കുന്നതിനോടൊപ്പം ലഹരി വിമുക്ത കേരളത്തിന് വേണ്ടി നമുക്ക് അണിചേരാം, പ്രാർത്ഥനയിൽ നമുക്ക് അണിചേരാം. കേരളത്തിൽ നടക്കുന്ന ആ സമരങ്ങൾ ഫലവത്തായി തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുമാത്രമേ നമുക്ക് ഇവിടുന്ന് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പ്രാർത്ഥനയിൽ നമുക്ക് അവരോടൊപ്പം ചേരാം. അതോടെ ഇത് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വീക്കിലി റൗണ്ടപ്പ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വെള്ളിയാഴ്ച നാം വീണ്ടും കണ്ടുമുട്ടും വരെ ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രക്ഷേപണം യൂട്യൂബിലൂടെ ശ്രവിക്കുന്നവർ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. വാട്സാപ്പിലൂടെ കാണുന്നവർ ദയവായി നിങ്ങളുടെ സഹകരണങ്ങൾ ഇതിന് നൽകിത്തന്ന് വീണ്ടും സഹകരിക്കുവാൻ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഇതോടെ ഇന്നത്തെ വീക്കിലി റൗണ്ടപ്പ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വെള്ളിയാഴ്ച നമുക്ക് വീണ്ടും കാണാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ.